എന്നോട് പറഞ്ഞു മമ്മി കരയിക്കല്ലേ, എന്നെ കരഞ്ഞോണ്ടൊന്നും പോകാൻ വയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പിടിച്ചു നിന്നത് എന്നാലും പറ്റും. സൗമ്യമോക്ക് ഒരു കുറവും വരാതെ അവളെ പൊന്നുപോലെ നോക്കൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ഞങ്ങൾ ഒരിക്കൽ കൂടി താങ്കൾക്ക് സൗമ്യമോളെ ഫലമേൽപ്പിക്കുന്നു. ഭാഗ്യവതി എന്തുകൊണ്ടാണ് ഭാഗ്യവതി? ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സാറിന് ഈശ്വരന് ഒരിക്കലും ഒരു ആപത്തും വരുത്തരുത് ഈശ്വരാന്ന് ഞാൻ പ്രാർത്ഥിക്കും. നമുക്ക് ഒരു ദേഷ്യം എന്ന് പറയുന്ന അവൾക്ക് എന്തോന്ന് അറിയത്തില്ല. എല്ലാവരോടും സൗമ്യമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത്രയായി വളർന്നു സാറ് സന്തോഷമായിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ അവരെ വളർത്തി 20 വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. ഒരു പറിച്ചു നടിയിൽ പോലെ ഞങ്ങൾക്കതങ്ങോട്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പോൾ അവർ കുഞ്ഞുങ്ങളായിരുന്നു, അവള് കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മകൾ സൗമ്യയെ ഞാൻ ധനീഷിനെ സ്വന്തമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അവിടെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ആണ് സൗമ്യമോൾ കടന്നു വന്നത്. 6 വയസ്സിലുള്ള ജീവിതം അവൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒന്നാണ്. ഈ പ്രസ്ഥാനത്തിൽ 20 വർഷം മുമ്പ് സ്വന്തം പെറ്റമ്മ ഇവിടെ ഏൽപ്പിച്ച് പോയതിന് ശേഷം ഒരിക്കൽ പോലും മടങ്ങി വന്നിട്ടില്ല. അപ്പോഴങ്ങനെ ഇപ്പോഴ് നമ്മുടെ മുമ്പിലൊക്കെ പുഞ്ചിരിയോടുകൂടാണ് സൗമ്യ നിൽക്കുന്നെങ്കിൽ പോലും അമ്മ ഈ ചടങ്ങിലില്ലാത്തതിൻ്റെ ഒരു ദുഃഖം സൗമ്യയുടെ ഉള്ളിലുണ്ട്. ആ തേങ്ങൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിന് ആശ്വാസമാകുന്നത് സഹോദരൻ സതീഷും സഹോദരി സൂര്യയൊക്കെ ഇതിൽ സാക്ഷികളാകുന്നു. അവർക്കും ആശ്രയ മുഖാന്തരം ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സൗമ്യയ്ക്ക് സന്തോഷിക്കാൻ വകയുള്ളത്. അപ്പോൾ ദുഃഖങ്ങൾ വളരെ നെഞ്ചിലേറ്റി ഇത്രയും നാൾ ജീവിച്ച ആശ്രയയുടെ തണലിൽ നിന്നുകൊണ്ട് MSW വരെ പഠിച്ച് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ അവൾ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള മകളാണ് സൗമ്യ. ആ സൗമ്യയെ ഞാൻ നിങ്ങളെല്ലാം ഈ സമൂഹത്തെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ധനീഷിനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവൾ ചുരം കയറി വയനാട്ടിൽ ചെന്ന് പനമരത്തിൽ ചെന്നിട്ട് സന്തോഷകരമായി കുടുംബജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ധനീഷിന്റെ ഭാഗത്തു നിന്നും എൻ്റെ മകളുടെ കണ്ണ് നനയുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടാകരുതെന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുക. ഇത്രയായി വളർന്നു സാറ് സന്തോഷമായിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ അവരെ വളർത്തി പഠിപ്പിച്ചു. ഈ നല്ല നിലയിൽ നല്ലൊരു വിവാഹവും അവൾക്ക് നടത്തി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അവളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളങ്ങ് പറയുക. കോരി ഈശ്വരൻ അവൾക്ക് നല്ലത് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷമായി. സൗമ്യയെ പോലൊരു നല്ല കുട്ടിയെ കാണാൻ പ്രയാസമാണ്. എല്ലാവരോടും നല്ല സ്നേഹവും സഹകരണവും എല്ലാവർക്കും നല്ല സഹായി. വളരെ നല്ല കുഞ്ഞ്. അതുപോലെ നല്ലൊരു ജീവിതം അതിന് കിട്ടി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. സാറിന് ഒരു 150 വയസ്സ് വരെ ഈശ്വരൻ ദീർഘായുസ് കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാർ ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സാറിന് ഈശ്വരൻ ഒരിക്കലും ഒരു ആപത്തും വരുത്തരുത് ഈശ്വരാന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ട് യാത്ര ചോദിക്കാനായിട്ട് വന്നതാണ്. എല്ലാവരും മോളെ അനുഗ്രഹിച്ച് അയക്കുക. പോയിട്ട് വരും കേട്ടോ. നിങ്ങൾ ഇത്ര നാളെ നോക്കി പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. പോയിട്ട് വരാം. പ്രാർത്ഥനയിൽ ഓർക്കണം. ആയുസും സൗഭാഗ്യവും വളരെ സന്തോഷം. സമയുടെ ചേട്ടൻ രണ്ടുപേരും സൗമ്യക്ക് വേണ്ടി പാട്ട് പാടാം. കായലിലെ നടത്തോണിയിലെ ചിന്നക്കിളി ശിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ? എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം. അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാകരുത്. പള്ളിയിൽ അച്ഛന്മാർ കെട്ടിക്കുമ്പോൾ പറയും, നീ കഴിച്ചില്ലെങ്കിലും അവർക്ക് ആഹാരം കൊടുക്കണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം എന്ന് പള്ളിയിലൊക്കെ ഞങ്ങളുടെ ക്രിസ്ത്യൻ വിഭാഗത്തിന് പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് എനിക്ക് ധനീഷിനോട് പറയാനുള്ളത്. സൗമ്യമോക്ക് ഒരു കുറവും വരാതെ അവളെ പൊന്നുപോലെ നോക്കൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ഞങ്ങൾ ഒരിക്കൽ കൂടി താങ്കൾക്ക് സൗമ്യമോളെ ഫലമേൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന സൗമ്യമോൾ എന്തുകൊണ്ട് ഭാഗ്യവതിയാണ്. ഇത്രയും ഇങ്ങനൊരു മുഹൂർത്തം ഞങ്ങൾ സ്വപ്നം കണ്ടതിലുപരിയായിട്ടാണ് ഇന്നിവിടെ സംഭവിച്ചത്.
സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ഒരുപാട് പേര് അവർക്ക് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒരുപാട് സമ്മാനപ്പൊടികളും ഒക്കെ ആയിട്ട് വന്നു. ഒരുപാട് സന്തോഷം. അവള് ഭാഗ്യവതി, എന്തുകൊണ്ടുമാണ് ഭാഗ്യവതി. സ്വാമി പോകുമല്ല, അവള് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുമല്ലേ, നമ്മൾ വരും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് ധനീഷും അവള് കണ്ണു നിറയാനിടയാകരുത്. ഞങ്ങളതിന് നല്ലൊരു മനസ്സിലുടമയാണ് അവൾ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അവളെ 6 വയസ്സിലാണ് കിട്ടിയത്. പക്ഷെ അന്ന് വരുന്നവരെ അവളെ വലിയ വഴക്കൊന്നും ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം, ഞങ്ങൾ പറയുന്നതിനപ്പുറം അവൾ സ്നേഹം കൊണ്ടാണെങ്കിലും അനുസരണയാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും. ചില കുട്ടികളൊക്കെ നല്ല കുരുത്തക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ അവൾ ചെന്ന് പെട്ടിട്ടില്ല. അത് ഞങ്ങൾക്ക് ഒരിക്കലും അവളെ മറക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിലൊരു സൗഭാഗ്യമാണ് അവളും. ഞങ്ങളുടെ മോള് തന്നെയാണ്. പറയാൻ വാക്കുകളില്ല. രണ്ടുപേരും കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, മമ്മി കരയിക്കല്ലേ, എന്നെ കരഞ്ഞോണ്ടൊന്നും പോകാൻ വയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പിടിച്ചു നിന്നത് എന്നാലും പറ്റും. 20 വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. ഒരു പറിച്ചു നടിയിൽ പോലെ ഞങ്ങൾക്കതങ്ങോട്ട് രണ്ടുപേരും നന്നായി വരും. ഞാനിവിടെ വന്നത് വളരെ വലിയൊരു ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അമ്മ ഇവിടെ കൊണ്ടാക്കിയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പോയി. പിന്നെ അമ്മ വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ പക്ഷേ എനിക്ക് അമ്മയോട് അങ്ങനെ വെറുപ്പോ ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇപ്പോൾ എത്രയോ അമ്മമാരാ കുഞ്ഞുങ്ങളെ കൊന്നു കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും എൻ്റെ അമ്മ അങ്ങനെ ചെയ്തില്ല. എന്നെ സുരക്ഷിതമായിട്ടുള്ള 2 കരങ്ങളിലാണ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയെന്നുള്ളൊരു സന്തോഷമുണ്ട്. വേറെ ഒന്നുമില്ല. എനിക്ക് ഇവരെ വിട്ടു പിരിയുന്നതിനുള്ള സങ്കടമാണ്. ആഗ്രഹിച്ച പോലെയുള്ള ഒരാളെ തന്നെയാണ് പപ്പയും അമ്മയും കണ്ടുപിടിച്ച് തന്നത്. ഹാപ്പിയാണ്. പോയിട്ട് വരാട്ടോ. എല്ലാരും പ്രാർത്ഥിക്കണം. പോവാ.